ഒരു ബന്ധം സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ? പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം മറന്നു പോകും. മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. ഓക്കെ. അപ്പം ഞാൻ അതാണെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ പലതും ചെയ്യും, പക്ഷെ ബന്ധം സ്ട്രോങ് ആവില്ല. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ്. നമുക്കറിയായിരിക്കും. നമ്മൾ ഡെയിലി വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചെയ്യാൻ മടിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട്? വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഓക്കെ. നമ്മൾ ഒരു ബന്ധം സ്ട്രോങ് ആവാൻ നിനക്ക് വേണ്ട സ്നേഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അട്രാക്ട് ചെയ്യാൻ നിൻ്റെ മൈൻഡ് സെറ്റ്, ഇമോഷൻ, ബിലീവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാം? മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് ഒരാളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല, അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. വശീകരണമെന്നോ ഒക്കെ പറയാൻ പറ്റും നമുക്കതിനെ. ഓക്കെ. ഇതൊരു മെൻ്റലി അല്ലെങ്കിൽ മെൻ്റലി അലൈൻ ചെയ്യാന്ന് പറയില്ലേ, ആ സംഭവമാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ കാര്യം ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബന്ധം സ്ട്രോങ് ആകാൻ വേണ്ടി ഇമാജിൻ ചെയ്യുക. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ മിഡ് നൈറ്റിൽ ചെയ്യുന്നതാണ്, പാതിരാത്രിയിൽ ചെയ്യുന്നത്. ഈ പാതിരാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഒരു 10 മണി മുതൽ 12 മണിക്കിടയിലായിരിക്കാം അല്ലേ? 14 ഉറങ്ങുന്നവരുണ്ടാവാം, അവരെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ ഉറക്കത്തിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മിഡ് നൈറ്റിൽ ഉറക്കത്തിന് മുമ്പ് ചെയ്യുന്നതായിട്ട് നല്ലത്. ഓക്കെ. അപ്പം അതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉറക്കം കളഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞ ശേഷം മിഡ് നൈറ്റിലേക്ക് എത്തുന്ന സമയമാണ് അല്ലേ? ഓക്കെ. പാതിരാത്രിക്ക് എത്തുന്ന സമയമാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ സംഭവം ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന രാത്രിയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. അതൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് റിമൂവ് ചെയ്യുക. നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അധികം. ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ട് തന്നെ ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ അടുത്തത് 3-6 മെത്തേഡാണ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലെറ്റ്സ് ഗോ ആൻഡ് ട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഓരോ സെക്കൻഡും നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ചെയ്തു, അടുത്ത മൊമെൻറ്റിൽ പോയിട്ട് റിസൾട്ട് കിട്ടുമോ നമ്മൾ നോക്കുകയാണ്. അതായത് നമ്മൾ ബന്ധത്തിൽ നമ്മൾ ചെയ്തു, നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്തത് അത് പോയിട്ട് നമ്മൾ നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുമ്പോൾ അതൊരിക്കലും ശരിയാവില്ല. ഓക്കെ. അതായത് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമല്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോഴും ഇമാജിൻ ചെയ്യുമ്പോഴും വർക്ക് ആവാറുണ്ട്. നമ്മൾ പലവരും ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നടക്കണം നിർബന്ധമില്ല, നടക്കില്ല ഏകദേശം. ഓക്കെ. അത് 21 ദിവസമോ അല്ലെങ്കിൽ 1 മാസമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു മൈൻഡിലേക്ക് അത് പ്രോപ്പറായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഞാൻ നിനക്കൊരു വിദ്യ പറഞ്ഞു തരാം. നമ്മളുടെ തേർഡ് ഐ പോയിന്റ് ഉണ്ട്. തേർഡ് ഐ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മൾ നെറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ, നെറ്റിൽ നമ്മൾ പൊട്ട് തൊടുന്നൊരു ഭാഗം, അല്ലെങ്കിൽ പിരികത്തിൻ്റെ ഈ അവിടുന്ന് കയറിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ പാർട്ട് എന്ന് പറയും, നെറ്റിയുടെ സെൻറ്റർ പാർട്ട്, ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മളുടെ മൂക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗമാണ് തേർഡ് ഐ പോയിന്റ്. ഈ തേർഡ് ഐ പോയിന്റ് നമ്മൾ നമ്മളുടെ വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നമ്മൾ അമർത്തി പിടിക്കുക, പ്രസ് ചെയ്യാം. ആദ്യം പ്രസ് ചെയ്ത് പൊട്ടിക്കണ്ട, അല്ലാണ്ട് ക്രാഷ് ഉണ്ടാക്കണ്ട. പക്ഷെ നമ്മളത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരുപാട് കണ്ണുകൾ അടയ്ക്കുക, അവിടേക്ക് ഫോക്കസ് കൊടുക്കുക. ഈ ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബലിക്കും. പക്ഷേ അതും 21 ദിവസം ചെയ്യണം നമ്മൾ. ഓക്കെ. അപ്പോൾ തേർഡ് പോയിന്റിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപകാരങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നിർത്താം. അപ്പോൾ ട്രസ്റ്റും എല്ലാ കാലവും നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും, നമ്മൾ എന്താണോ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് റിസൾട്ട് കിട്ടുള്ളൂ, ചെയ്യാതിരിക്കും റിസൾട്ട് കിട്ടില്ല. നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്തത്, എന്താണ് വിഷ്വലൈസ് ചെയ്തത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ബന്ധങ്ങൾ ദൃഢമാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഇമാജിനേഷൻ ചെയ്യുക, നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക,
3-6-9 മെത്തേഡ് എന്ത് ചെയ്യുക, അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ലെറ്റ്സ് ഗോ ആൻഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ചെയ്യാം. ഓക്കെ, വിശ്വാസവും ഒരു എന്താ പറയുക, നമ്മൾ രീതിയിൽ മുന്നോട്ട് പോവുക വേണ്ടി തയ്യാറായി നിൽക്കുക. അതാണ് ഇവിടെ വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ഒരു ബന്ധം ദൃഢമാവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം മാനിഫെസ്റ്റേഷൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ബന്ധത്തിൽ യൂസ് ചെയ്യുക. ഉപകാരമാവട്ടെ. എല്ലാവർക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.